നമസ്തേ. +2 കുട്ടികളുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ 2 ക്ലാസ്സുകൾ കണ്ടു കാണും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത് ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്ന ഭാഗമാണ്. പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഒരേ കണ്ടന്റ് തന്നെയാണ്. അതിൽ ആദ്യത്തെ 2 ഭാഗം പ്രസന്ന സാർ എടുത്തത് നിങ്ങൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് 3ാമത്തെ ക്ലാസ്സാണ്. 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്താണെന്ന് അറിയണം. അപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്താണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഏറെക്കുറെ എല്ലാ ഭാഗവും ഡയറക്റ്റ് ആയിട്ടാണ് ഭരിച്ചത്. എന്നാലും ചില ഭാഗങ്ങൾ അവർ രാജാക്കന്മാർക്ക് ഭരിക്കാനുള്ള ഒരു അവസരം കൊടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ നമ്മളെ സഹായികളായിട്ട് നിർത്തുന്ന പോലെ തന്നെ ആയിരുന്നു. നമുക്ക് അവർ ഉപദ്രവം ഇല്ലാത്തടത്തോളം കാലം നമ്മൾ അവരെ നിർത്തും. പക്ഷെ അവർ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപദ്രവിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ മാറ്റും. അപ്പോൾ ഈ നാട്ടുരാജാക്കന്മാർ എന്നാണ് ഇവരുടെ പേരെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ ബ്രിട്ടീഷുകാരുടെ തന്നെ സേവകരായിരുന്നു. ഇവരെന്തെങ്കിലും രീതിയിൽ ബ്രിട്ടീഷുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ആ ഭാഗവും ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയെ അംഗീകരിച്ചുകൊണ്ടുള്ള ഈ ഭരണത്തെ പാരമൗൺസി ഓർ സുസാർണിറ്റി എന്ന് പറയും. അപ്പോൾ ഇതാണ് നാട്ടുരാജ്യങ്ങളുടെ ഒരവസ്ഥ. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഏകദേശം 565 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 565 നാട്ടുരാജ്യങ്ങളിൽ 560 നാട്ടുരാജ്യങ്ങളും ഏറെക്കുറെ വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇന്ത്യയിൽ ചേർന്നു. എന്നാൽ 5ഓളം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ചേരുന്നതിൽ ചെറിയ വൈമനസ്യം കാണിച്ചു. അതിലേറ്റവും ആദ്യം ഇന്ത്യയിൽ ചേരില്ല, സ്വാതന്ത്ര്യം വേണമെന്ന് പ്രഖ്യാപിച്ച നാട്ടുരാജ്യം നമ്മുടെ കേരളം തന്നെ ഉൾപ്പെടുന്ന തിരുവിതാംകൂറായി. ഈ തിരുവിതാംകൂർ രാജാവ് പറയുന്നതിൻ്റെ തൊട്ട് പിന്നാലെ നവാബ് ഓഫ് ഭോപ്പാൽ എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരിയും സ്വയംഭരണം പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഒരു 4 നാട്ടുരാജ്യങ്ങളുടെ കാര്യം കൂടി. ഉദാഹരണത്തിന് നമ്മുടെ കാശ്മീർ, നമ്മുടെ ഹൈദരാബാദ്, നമ്മുടെ മണിപ്പൂർ, പിന്നെ ജുനാഗഡ് എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം. ഈ 6 നാട്ടുരാജ്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പരാമർശിക്കുന്നത്. ഇതിൽ ഈ ഭോപ്പാലും ട്രാവൻകൂറും വിസമ്മതിച്ചതേയുള്ളൂ. പക്ഷേ അവർ അതുമായിട്ടുള്ള അജിറ്റേഷനായിട്ട് കൂടുതൽ മുന്നോട്ട് പോയില്ല. ഇതേസമയം ജുനാഗഡിലെ നാട്ടുരാജാവിൻ്റെ പ്രശ്നം ഒരു പ്ലെബിസൈറ്റിലൂടെയാണ് പരിഹരിക്കപ്പെട്ടത്. പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലരെങ്കിലും കേട്ട് കാണും. ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞ് ചില ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്കുണ്ട്. റീകോൾ, ഇനിഷ്യേറ്റീവ്, റെഫറൻഡം, പ്ലെബിസൈറ്റ്. ഇത് പണ്ട് അല്ല ഇപ്പോഴും പല രാജ്യങ്ങളിൽ സ്റ്റേറ്റ് തലത്തിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ജനാധിപത്യം തുടങ്ങിയ കാലത്ത് ഡയറക്റ്റ് ഡെമോക്രസി ആയിരുന്നു. ഇപ്പോൾ ഈ വിഷയങ്ങളെയൊക്കെ പറയുന്നത് ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് എന്നാണ്. ഈ പ്ലെബിസൈറ്റിലൂടെ ജനങ്ങൾ അവരുടെ അഭിപ്രായം അറിയുകയും ആ അഭിപ്രായം മാനിച്ച് ആ അഭിപ്രായം ജനങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തന്നെയായിരുന്നു താല്പര്യം. ആ അഭിപ്രായം മാനിച്ച് ജുനാഗഡും ഇന്ത്യയിൽ ലയിച്ചു. ഇനി നമ്മൾക്ക് 3 നാട്ടുരാജ്യങ്ങളാണ് അവശേഷിക്കുന്നത്. അടുത്തത് കാശ്മീറാണ്. ഈ കാശ്മീർ എന്ന് പറയുന്ന നാട്ടുരാജ്യം അത്ര ഒരു സുഖമല്ലാത്ത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ടെൻഷൻസ് ഉണ്ട്. ചൈനയുടെ ഇഷ്യൂ ഉണ്ട്, പാകിസ്ഥാൻ്റെ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാശ്മീരിനെ ഉടനെ ഇന്ത്യയിൽ ലയിപ്പിക്കാനുള്ള പദ്ധതികളായിട്ടൊന്നും മുന്നോട്ട് പോയില്ല. മാത്രമല്ല വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ ഈ നാട്ടുരാജ്യത്തെക്കുറിച്ച് വിശാലമായി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് കാശ്മീരിനെ കുറിച്ച് പറയാം. വേണമെങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ആയിട്ട് കാശ്മീരിൻ്റെ അവസ്ഥയെ ഒന്ന് ഇപ്പോൾ കണ്ടെത്താം. മണിപ്പൂരിൻ്റെയും ഹൈദരാബാദിൻ്റെയും ഇഷ്യൂ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ സമയത്തുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച് എന്തായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് എന്ന് നോക്കാം. ഉദാഹരണത്തിന് നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ബ്രിട്ടീഷുകാർ നമ്മളെ പല രീതിയിൽ ചതിച്ചത്. അതിന് മുമ്പേ അവർ ചതിച്ചുകൊണ്ടിരുന്നു. നമ്മളൊരു വലിയ ഇക്കോണമി ആയിരുന്നു. നമ്മളെ സിസ്റ്റത്തെ കംപ്ലീറ്റ് അവർ ലൂട്ട് ചെയ്തു. ഒരുപക്ഷെ നമ്മൾ ഇന്ന് പല രീതിയിൽ ഇവിടെ കിടന്ന് ഡിവൈഡ് ചെയ്യേണ്ടവർ അല്ല. പകരം നമ്മുടെ പൊതുശത്രു അന്ന് നമ്മളെ ഭരിച്ച ബ്രിട്ടീഷുകാരാണെന്ന് നമ്മൾ ഈ അവസ്ഥയിലാക്കി. സ്വാതന്ത്ര്യം തന്ന് പോകുന്ന വഴിക്ക് തന്നെ ഇന്ത്യയെ 2ആയിട്ട് വിഭജിച്ചു, ഇന്ത്യ പാകിസ്ഥാനായിട്ട്. അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്പം പല പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ മരണപ്പെടുന്നുണ്ട്. എങ്കിലും ബ്രിട്ടീഷുകാരുടെ
വിഷവിത്തായ ഈ പാർട്ടീഷൻ കാരണം തന്നെ 10 ലക്ഷത്തിൽ അടുപ്പിച്ച ആൾക്കാർ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടു. ഇതൊക്കെ ആണ് ഇന്ത്യ എന്ന് അഭിമുഖീകരിച്ച വലിയ പ്രശ്നം നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ കേൾക്കുകയും ചെയ്തു. പക്ഷേ അതിനോടൊപ്പം തന്നെ പാർട്ടീഷൻ എന്ന് പറയുന്ന ആ വിപത്തിനോടൊപ്പം തന്നെ നാട്ടുരാജ്യങ്ങൾക്ക് വേണമെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനുള്ള ഒരു അവകാശം കൂടെ കൊടുത്തിട്ടാണ് ബ്രിട്ടീഷുകാർ പോയത്. എന്ന് പറഞ്ഞാൽ നമ്മളെ രാജ്യം ഉടനെയൊന്നും രക്ഷപ്പെടരുത് എന്നത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ അവസ്ഥയിൽ ഗവൺമെൻറ് വളരെ കഷ്ടപ്പെട്ടിട്ടെന്ന് വേണം നമുക്ക് പറയാൻ ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ സംയോജിപ്പിച്ചത്. അതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയുണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ്. ഈ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവയെല്ലാം സംയോജനത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ട് സമീപനമാണ് സംയോജനത്തിൻ്റെ കാര്യത്തിലെടുത്തത്. കോൺഗ്രസിന് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കേണ്ട ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മുസ്ലിം ലീഗ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് വേണമെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുന്നതിൽ തെറ്റില്ല എന്ന സമീപനമാണ്. ഇതും പ്രശ്നങ്ങൾ വലുതാക്കുന്നതിൽ ചെറിയ പങ്ക് വഹിച്ചു. ഇനി നമുക്ക് നാട്ടുരാജ്യങ്ങളുടെ അവസ്ഥ തന്നെ നോക്കാം. നാട്ടുരാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഇന്നത്തെ സൗരാഷ്ട്ര ഏരിയ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ കാണുന്ന പ്രദേശം, 14 സംസ്ഥാനങ്ങൾ, വലിയ സംസ്ഥാനം, 119 ചെറിയ സംസ്ഥാനങ്ങൾ, പിന്നെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ്. ഇങ്ങനെ ഈ ഇന്നത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ജുനാഗഡ് ഇതിനകത്ത് വരുന്ന ഒരു പ്രദേശമാണ്. ഒരു ചെറിയ പ്രദേശത്തിൽ തന്നെ ഇത്രയും ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ പ്രദേശങ്ങളെ എല്ലാം ഒരു രാജ്യത്തിൻ്റെ ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദുർഘടം പിടിച്ച ഒരു പണിയാണ്. കൂടാതെ ഇന്നത്തെ നമ്മുടെ ഒറീസ, നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഒറീസ എന്നുള്ളത്, ഈ ഒറീസയിൽ തന്നെ 26 സംസ്ഥാനങ്ങളുണ്ട്. സ്റ്റേറ്റ്സ് എന്നാണ് നമുക്ക് പറയാം, ഇന്നത്തെ സെൻസിലല്ല, അന്നത്തെ സെൻസ്. ഈ സ്റ്റേറ്റ്സിനെ എല്ലാം തന്നെ സംയോജിപ്പിച്ച് ഇന്ത്യയിലാക്കുക എന്നത് ആയിരുന്നു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് ഉള്ള ഒരു ഫാക്ടർ. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ സമീപനം, വാട്ട് വാസ് ദ ഗവൺമെന്റ്സ് അപ്രോച്ച് ഇൻ ഇന്റഗ്രേറ്റിംഗ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നുള്ള ഭാഗത്തിന് നമ്മൾ അവർ 3 പ്രധാന ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്തത്. അതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പീപ്പിളിൻ്റെ ഒപ്പീനിയൻ. ഇന്ത്യ ഗവൺമെൻറ് മറ്റൊന്നുമല്ല ആദ്യം പരിഗണിച്ചത് ജനങ്ങളുടെ ആഗ്രഹം. ഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 1/3 പ്രദേശം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്, 1/4 ജനം താമസിച്ചിരുന്നത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിലാണ്. പക്ഷേ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ മുഴുവൻ അല്ലെങ്കിൽ ഏറെക്കുറെ മെജോറിറ്റി പീപ്പിളിനും ഇന്ത്യയുടെ കൂടെ ചേരാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ഗവൺമെൻറ് ആദ്യമായി പരിഗണിച്ചത് ജനങ്ങളുടെ അഭിപ്രായം. ഉദാഹരണത്തിന് ജുനാഗഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്ലബിസൈറ്റ് അവിടെ ഇറക്കി ജനങ്ങളുടെ ആഗ്രഹം പറഞ്ഞു, ജുനാഗഡിനെ നമ്മുടെ ഭാഗത്താക്കി. ഈ ജുനാഗഡ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിൽ നമുക്ക് ജുനഗറെന്നും കാണുന്നുണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ്, അത് വലിയ വിഷയമാക്കേണ്ട കാര്യം. രണ്ടാമത് ഗവൺമെൻറ് കണക്കിലെടുത്തത് ഒരു പ്ലൂറാലിറ്റിയാണ്, ഇന്ത്യൻ സൊസൈറ്റിയിലെ പ്ലൂറാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും ഒരേപോലെ എളുപ്പത്തിൽ ഇന്ത്യയായിട്ട് അനക്സ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിർത്തി പങ്കുവയ്ക്കുന്ന നാട്ടുരാജ്യങ്ങളുണ്ട്, കമ്മ്യൂണൽ പ്രോബ്ലംസ് ഉള്ളതുണ്ട്, ഡൈവേഴ്സിറ്റി ഉള്ളതുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. കേരളത്തിൽ ഒരുപക്ഷെ തെക്കിലും വടക്കിലും ഉള്ളവർ പറയുന്ന മലയാളം പരസ്പരം മനസ്സിലാക്കാൻ കുറേ സമയമെടുക്കും. ഒരു സംസ്ഥാനത്തിനകത്തുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യം ആലോചിച്ചു, ഒരുപാട് ഭാഷ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു, ഒരുപാട് രീതിയിലുള്ള വൈവിധ്യം ആഗ്രഹിക്കുന്ന നമ്മുടെ ജനങ്ങളെ പെട്ടെന്നൊരു രാജ്യമാക്കുക എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സിലൂടെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ചില പ്രദേശങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഓട്ടോണമി, സ്വയം ഭരണത്തിനുള്ള അവകാശം കൊടുക്കാൻ സർക്കാർ വില്ലിങ്. ഉദാഹരണത്തിന് മണിപ്പൂർ അങ്ങനെ ഒരു സ്ഥലമായിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് പറയാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവ രണ്ടുമല്ല, തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പാർട്ടീഷൻ ഉണ്ടായി, തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായി. ഈ സാഹചര്യത്തിൽ നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പ്രസന്റ് സാർ എടുത്ത ഭാഗത്ത് നമുക്കറിയാം, പാർട്ടീഷൻ വന്നതും ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്നറിയാത്ത ഒരവസ്ഥയിലുള്ളതും പല രീതിയിലുള്ള ശക്തികൾ ഈ അവസരം മുതലെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഈ സാഹചര്യത്തിൽ നാഷണൽ സെക്യൂരിറ്റിയും നാഷണൽ ടെറിട്ടറി ഫിക്സ് ചെയ്യുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമായി മാറി. അപ്പോൾ ജനങ്ങളുടെ ഇഷ്ടവും പ്ലൂറാലിറ്റിയെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൂന്നാമത്തെ ഫാക്ടർ ആയിട്ട് ഗവൺമെൻറ് എടുത്തത് നാഷണൽ സെക്യൂരിറ്റിയും ആ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയാണ്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സാണ് സർക്കാരിൻ്റെ സമീപനത്തിൽ അവർ പ്രാധാന്യം കൊടുത്ത ഘടകങ്ങൾ.
ഇനി നമുക്ക് വേണ്ടത് ഹൈദരാബാദിൻ്റെ ഇഷ്യൂ ആണ്. ഹൈദരാബാദ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ്. കൂടാതെ ഒരു ലാൻഡ് ലോക്ക്ഡ് ഏരിയയാണ് ഹൈദരാബാദ്. ഇത്രയും വലുതായിട്ട് പോലും ഹൈദരാബാദിൻ്റെ അതിർത്തികൾ ഇന്ത്യക്കുള്ളിലായിരുന്നു. ഹൈദരാബാദിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടെ ഒന്ന് ഈ അവസരത്തിൽ ഓർക്കുക. ഇനി രണ്ടാമത്തെ വിഷയം, ഈ ഹൈദരാബാദിൻ്റെ ഭരണാധികാരിയെ അറിയപ്പെട്ടിരുന്നത് നിസാം എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരല്ല, അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ്. ഈ നിസാം എന്ന് പറയുന്ന വ്യക്തി ലോകത്തിലെ തന്നെ ധനവാന്മാരിൽ ഒരാളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിസാമിനൊരാഗ്രഹം വരുമല്ലോ, ഇത്രയും ധനമുണ്ട്, ഇത്രയും വലിയൊരു ടെറിട്ടറി ഉണ്ട്, എനിക്ക് ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ എന്താ പ്രശ്നം? സ്വാഭാവികമായിട്ടും നിസാം ആ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയും ഇന്ത്യയെ അത് അറിയിക്കുകയും നിസാമും ഇന്ത്യ ഗവൺമെൻറ്റുമായി ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്കറിയാമോ ആ എഗ്രിമെൻ്റ് ഏതാണെന്ന്? ഒന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങളൊക്കെ മുൻകാലങ്ങളിൽ പഠിച്ചതായിട്ടൊക്കെ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്നാണ് ആ എഗ്രിമെൻറ്റിൻ്റെ പേര്. ആ എഗ്രിമെൻ്റ് 1947 നവംബറിലാണ് നിസാം ഇന്ത്യ ഗവൺമെൻറ്റുമായി ഒപ്പുവയ്ക്കുന്നത്. ഇനി ഈ എഗ്രിമെൻറ്റുമായി നിസാം ചെറിയൊരു അബദ്ധം പറ്റി, എല്ലാവർക്കും പറ്റുന്നതാണല്ലോ. ചില കാര്യങ്ങൾ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ തോന്നും ഇതിനി സ്ഥിരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വന്ന വഴിയും കിട്ടിയ കാര്യങ്ങളൊക്കെ മറന്നുപോകും. നിസാമിന് ഇത് തന്നെ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണം ജനങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭരണം ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു ഒപ്രസീവ് റൂളായിരുന്നു നിസാമിൻ്റെത് എല്ലാ അർത്ഥത്തിലും. അതിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് കർഷകരും ഒരു പരിധിവരെ സ്ത്രീകളുമായി. ഇന്നത്തെ നമ്മുടെ തെലങ്കാന റീജിയനിൽ കാണുന്ന കർഷകർ ചെറിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നിസാമിനെതിരെ ആരംഭിച്ചു. പ്രക്ഷോഭം ആരംഭിക്കാനൊരു ധൈര്യം വേണം, കാരണം അത്രയും വലിയ മനുഷ്യനാണ് ആര്? നിസാം. ആ ധൈര്യം കർഷകർ കാണിച്ചപ്പോൾ അതിനോടൊപ്പം സ്ത്രീകളുടെ വലിയ പങ്കാളിത്തവും ഉണ്ടായി. സ്ത്രീകളുടെ പങ്കാളിത്തം കൂടിയായപ്പോഴത്തേക്കും ഇതൊരു വലിയ പ്രക്ഷോഭമായി മാറി. തീർന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അന്നത്തെ അവിടത്തെ കോൺഗ്രസ് പാർട്ടി, സ്റ്റേറ്റ് കോൺഗ്രസ്, ഇവയെല്ലാം ഈ പ്രക്ഷോഭങ്ങൾക്ക് നല്ല പിന്തുണ കൊടുക്കുകയും ഇതൊരു വലിയ പ്രക്ഷോഭമായി മാറുകയും ചെയ്തു. ഒരു രാഷ്ട്രീയ കളർ ഇതിന് വരികയും എല്ലാവരുടെയും പിന്തുണ ഈ മൂവ്മെൻറ്റ്സിന് വരികയും ഹൈദരാബാദ് ടൗൺ അക്ഷരാർത്ഥത്തിൽ നിസാമിനെതിരെയുള്ള ഒരു പ്രതിഷേധ കേന്ദ്രമായി മാറുകയും ചെയ്തു. അധികം ഈ അവസ്ഥ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോഴത്തെ നമ്മുടെ ഭരണം തന്നെ നമുക്ക് നോക്കാം. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് എവിടെ നിന്നൊക്കെയാണ് എതിർപ്പുകൾ വരുന്നത്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു ഭരണകൂടത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ വളരെ ഒപ്രസീവായിട്ടൊരു ഭരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനപിന്തുണ ഉണ്ടാകില്ല. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അവിടെയും നിസാം അബദ്ധമാണ് പ്രവർത്തിച്ചത്. ആ അബദ്ധം എന്താണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു പാരാ മിലിറ്ററി ഫോഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് രസഗേഴ്സ്. പേരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ രസഗേഴ്സ്. സംഭവം വലിയ രസമുള്ള കാര്യമല്ലായിരുന്നു. ഈ രസഗേഴ്സ് എന്ന് പറയുന്നത് അതൊരു അറബി വാക്കോ ഉറുദു വാക്കോ ആണ്. ഈ രസഗേഴ്സിനെ ഉപയോഗിച്ച് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ആര് ശ്രമിച്ചു? നിസാം ശ്രമിച്ചു. ഒരു പരിധിവരെ അത് വിജയിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും പ്രശ്നം ഗുരുതരമായ സാഹചര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഇടപെടുന്നു. നിസാമിൻ്റെ പാരാമിലിറ്ററി ഫോഴ്സായ രസഗേഴ്സുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഇൻ്റർമിറ്റൻ്റ് ഫൈറ്റിംഗ് എന്നാണ് നമ്മൾ അതിനെ വിവരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ആക്രമണമല്ല, ചെറിയ തോതിൽ അവരെ ഈ രസഗേഴ്സിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഹൈദരാബാദ് എന്ന് പറയുന്ന വലിയ സംസ്ഥാനത്തെ അല്ലെങ്കിൽ പ്രിൻസിലി സ്റ്റേറ്റിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിൽ നമ്മുടെ ഗവൺമെൻറ് വിജയിച്ചു. യഥാർത്ഥത്തിൽ ഹൈദരാബാദിനെ ചേർത്ത് കഴിഞ്ഞതോടുകൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കകത്തുള്ള എല്ലാ പ്രിൻസിലി സ്റ്റേറ്റ്സും ഇന്ത്യയുടെ ഭാഗമായി എന്ന് തന്നെ പറയാം. ഇനി ബാക്കി ഉണ്ടായിരുന്ന സ്റ്റേറ്റ്സ്, പ്രിൻസിലി സ്റ്റേറ്റ്സ് ഒരു വലിയ വിഷയമായി മാറുന്നില്ല. കാര്യം ഏറ്റവും വലിയ വിഷയം ഉണ്ടായിരുന്ന ഹൈദരാബാദിനെ നമ്മൾ നമ്മുടെ ഭാഗം ആക്കി. നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഇന്ന് അവസാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് മണിപ്പൂർ എന്ന നാട്ടുരാജ്യത്തെക്കുറിച്ചാണ്. ഇനി മണിപ്പൂർ എന്ന നാട്ടുരാജ്യം നമുക്കറിയാം നോർത്ത് ഈസ്റ്റിലാണ്. അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പാടാണ്. ഇപ്പം തന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്. ചൈനയായിട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നത്തിൽ പറയുന്നത് മഞ്ഞ് ഉരുകുന്ന സമയത്താണ് അവിടെ അതിർത്തി ഏതാണ് നമ്മൾ കാണുന്നത്. മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യക്കാർക്കും അതിർത്തി പറ്റുന്നില്ല. ഇതേപോലെ കാടും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്
മണിപ്പൂർ. അവിടെ പക്ഷേ ജനങ്ങൾ പല രീതിയിൽ കുറച്ചുകൂടെ എൻറിച്ച്ഡ് ആണ്. അതിനൊരു എക്സാമ്പിളാണ് അവിടുത്തെ മഹാരാജാവായ ബോധചന്ദ്ര സിംഗ്. പേര് പോലെ തന്നെ അദ്ദേഹത്തിന് കുറച്ച് കാര്യ വിവരമുള്ള മഹാരാജാവായിരുന്നു എന്ന് തോന്നുന്നു. കാരണം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സേഷൻ ലയന കരാർ സൂചിപ്പിച്ചിട്ടില്ല എങ്കിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് വേണ്ടി അവർ ഒപ്പുവയ്ക്കുന്ന ഒരു കരാർ, ഒരു ട്രീറ്റിയാണ് ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സേഷൻ. നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടോ? ഞാനിവിടെ പറഞ്ഞതാണ് വിശ്വാസം. അഥവാ അല്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സേഷൻ സ്വാതന്ത്ര്യത്തിന് മുമ്പേ മണിപ്പൂരിലെ മഹാരാജാവ് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ഒപ്പുവെച്ചിരുന്നു. അദ്ദേഹം ഇത് ഒപ്പുവയ്ക്കുക മാത്രമല്ല, അവിടുത്തെ രാജാവായിട്ട് തുടരുകയും ചെയ്തു. ഹൈദരാബാദിന്റെ ഇഷ്യൂ ഒക്കെ സെറ്റിൽ ചെയ്യുമ്പോഴും മണിപ്പൂരിലെ മഹാരാജാവായിട്ട് ബോധചന്ദ്ര സിംഗ് തുടരുകയാണ്. പക്ഷേ അദ്ദേഹത്തെയും പല പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ ജനങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡെമോക്രാറ്റിക് സെൻസ് ഉള്ള പീപ്പിൾ ആയത് കാരണം അവർ തെരഞ്ഞെടുപ്പിന് വേണ്ടി ബഹളം വയ്ക്കുകയും രാജാവിന് അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരികയും 1948 ജൂണിൽ മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശമായി മണിപ്പൂർ മാറുകയും ചെയ്തു. മണിപ്പൂരിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതേപോലെ നമുക്കറിയാം, ഫുട്ബോൾ ടീമിന്റെ കാര്യമൊക്കെ അറിയാം. ശക്തമായ ടീമാണ് മണിപ്പൂർ. അതുപോലെ എല്ലാ മേഖലയിലും ലിറ്ററസിയിലും അവർ വളരെ മുന്നിലാണ്. ഇനി അതുകൊണ്ട് കാര്യങ്ങളൊന്നും അവസാനിച്ചില്ല. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി സ്വാഭാവികമായിട്ടും മഹാരാജാവിൻ്റെ അധികാരത്തിൻ്റെ അളവ് കുറയാനാണ് സാധ്യത. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി അവിടെ വന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി വന്നതോടുകൂടി രാജാവിൻ്റെ സ്ഥാനം തന്നെ, അല്ലെങ്കിൽ മണിപ്പൂർ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയായി മാറി. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് അതോറിറ്റി എന്നതാണല്ലോ അതിൻ്റെ അർത്ഥം. രാജാവിനും ഏറെക്കുറെ ഈ അധികാരം ചോർന്നു പോകുന്നത് ബോധ്യപ്പെടുകയും അദ്ദേഹം പല രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്യും. അതേസമയം മണിപ്പൂരിലെ രാഷ്ട്രീയ പാർട്ടികളിൽ സ്റ്റേറ്റ് കോൺഗ്രസ് ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മണിപ്പൂരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്. പക്ഷേ ഈ അവസ്ഥ മുൻകൂട്ടി കണ്ട, നേരത്തെ ഞാൻ പറഞ്ഞ അയൺ മാൻ ഓഫ് ഇന്ത്യ ആൻഡ് അതർ പീപ്പിൾ, അവർ രാജാവിനെ പ്രഷറൈസ് ചെയ്യുന്നതിൽ വിജയിക്കുകയും മണിപ്പൂരിനെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി ഒരു മേർജർ എഗ്രിമെന്റ് 1949 സെപ്റ്റംബറിൽ ഒപ്പുവെക്കുകയും ആ മെർജർ എഗ്രിമെന്റ് പ്രകാരം മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാവുകയും ചെയ്തു. ഇനി ഈ മെർജർ എഗ്രിമെന്റ് പ്രകാരം മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമായെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കാമല്ലോ, ജനങ്ങളുടെ സമ്മതമുണ്ടോ? ഇല്ല. ജനങ്ങൾ അറിഞ്ഞിട്ടാണോ? അല്ല. ഒരു മഹാരാജാവ് മാത്രം ഒപ്പിട്ട് ഇന്ത്യയുടെ ഭാഗമായതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ജനാധിപത്യ ബോധമുള്ള ജനങ്ങളുടെ ഇടയിൽ ഇത് നടപ്പിലാക്കിയത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായി. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് മാത്രമല്ല, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇന്നും ആ ഭാഗത്ത് തുടരുന്നു. പല രീതിയിലുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റിസം എന്നൊക്കെ നമ്മൾ പറയുന്നത് ചെറിയ രീതിയിൽ മണിപ്പൂരിൽ ഇന്നും കാണുന്നു. ഇതൊക്കെയാണ് എങ്കിലും ഇന്ത്യൻ യൂണിയനിലേക്ക് മണിപ്പൂരിനെ കൂടെ കൊണ്ടുവന്നതോടുകൂടി നാട്ടുരാജ്യങ്ങളുടെ ഈ 565 നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് വിജയിച്ചു എന്ന് പറയാം. അത് ഏറെക്കുറെ പീസ്ഫുൾ തന്നെയായിരുന്നു എന്ന് പറയാം. പാർട്ടീഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. എല്ലാ രീതിയിലും ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ മാറ്റി എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, യാതൊരു രീതിയിലുള്ള ബ്ലഡ് ഷെഡോ ഒന്നും ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല ഒരു പ്രദേശത്ത് ഇങ്ങോട്ട് ചേർക്കാൻ. നാട്ടുരാജ്യങ്ങൾ എതിർത്തതും ജനങ്ങളെ ഒപ്രസിയാക്കിയതിന്റെ ഭാഗമായിട്ടായിരുന്നു ചില പ്രശ്നങ്ങൾ നമുക്ക് ഹൈദരാബാദിൽ മാത്രമല്ലേ കാണാൻ സാധിച്ചുള്ളൂ. ഇതുമായിട്ട് രസകരമായ ഒരുപാട് കഥകൾ നമ്മുടെ തിരുവിതാംകൂറിനെ കുറിച്ച് തന്നെയുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഇത്തരം കഥകളൊന്നും പറയാത്തത്. നിങ്ങൾ ഒരു ആക്ടിവിറ്റി എന്നോണം തിരുവിതാംകൂർ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിലായത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ടെലിഫോൺ ഉണ്ടായിരുന്ന കഥയും, ദിവാൻ ഡൽഹിയിൽ ചെന്ന് ക്യൂ നിന്നതും, മഹാരാജാവിനെ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് വിളിച്ച് ഓട്ടോണമി വേണമെങ്കിൽ ഒരു യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞതും, രാജാവ് അത് കേൾക്കേണ്ട താമസം ഒന്നും വേണ്ട എന്ന് പറഞ്ഞതും, ദിവാൻ അവിടെ ചെന്നപ്പം നിങ്ങളാരാ, ഞങ്ങൾ ഓൾറെഡി ആ ഇഷ്യൂ സെറ്റിൽ ചെയ്തു, അന്ന് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ടെലിഫോൺ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ കഥയൊക്കെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുക. ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ അടുത്ത ദിവസം കാണുമ്പം അല്ലെങ്കിൽ അതിനു മുമ്പേ നിങ്ങൾ ഇത് ചെയ്യുക. So my dear students,
Before we move to the activity, let us see what all things we discussed in this class so far. We started with the princely states. We talked about what we mean by a princely state. We told you that those areas in India which accepted the paramountcy or supremacy of the British rule is called princely state. The ruler was there, but it was just for namesake. Entire activity of the princely state was done with the consent of the British. So now second thing we discussed about the Iron Man of India, Patel, who happened to be our first deputy prime minister and the home minister that we discussed. I think it's clear to you all. And now we again discussed about the 565 princely states. We discussed the nature of the Indian nation at that time, the partition and its after effects, the freedom given by the Britishers to these princely states to either join India or join Pakistan or to remain independent, and facing all these, how our administration overcame these difficulties. Then again we discussed about the approach of the government. It was based on three considerations. The first one, the opinion of the people that we discussed. The primary concern was whether the people was interested to be part of India. That was their primary concern. Then again, the government was not hesitant enough to consider the diversity or the autonomy of certain regions, so that was also considered. Finally, we told the most important factor was that as our country was divided at that time in India and Pakistan, and there was no clear-cut demarcation of territory, the sovereignty of the country couldn't be surrendered, the security of the country shouldn't be surrendered. So considering this fact, the territorial integrity was given primary concern, but it is considered as the third factor. So these three factors were the part of government's approach. Then we had a list of the princely states. We had 6 princely states. We told that we'll learn about Kashmir later, but we have learned about Junagadh, Bhopal, then Travancore, and we have learned about Hyderabad and Manipur in detail. We still recollect that the Nizam, his position, the speciality of the state of Hyderabad, then his army, Rasakas, the people's protest in Telangana, the women, the Congress, the communists all joining this, finally the central government interfering, and all by a sudden Hyderabad lost its independent status and be part of India. And finally, as we learned about Manipur, both Chandra Singh the ruler, then again the Popular Assembly, the king becoming a constitutional monarch, and finally, without the knowledge of the people or the assembly, the king signing the merger agreement with the government, Manipur also happened to be part of India. So these are the things I think you all enjoyed. In fact, if you didn't enjoy, I think at least you have understood what has happened and you share your knowledge. Before we close, or before we need to continue with our activity, just get the list of 565 princely states and you find out which are those states. The second activity regarding with this topic is we need to get an idea about how Travancore became part of India. Just have an idea about it and then make an activity based on that. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ അനക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിവിടെ പറഞ്ഞ കാര്യങ്ങൾ, ചർച്ചയിലൂടെ നമ്മൾ പങ്കുവച്ച കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങളിലെത്തിയെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം.